അദ്ദേഹം മരിച്ചുപോയി. ഭയങ്കര സങ്കടം വരും കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപേക്ഷിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാവേലിക്കരനാണ് പ്രോഗ്രാം. അപ്പം രാവിലെ ഇറങ്ങി. അപ്പം മാന്നാർ അടുക്കാറായി. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പ്രോഗ്രാമിനായാലും വർക്കിനായാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം എന്ന് ഇവിടെ ഇതിനിടയ്ക്ക് അപേക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ മാന്നാർ എത്തി. മാന്നാർ ജംഗ്ഷനായി കണ്ടോ. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോയാൽ പരുമലപ്പള്ളി ആ സ്ഥലങ്ങളോട്ട്. ഇത് നേരെയാണ് മാവേലിക്കര. ഓക്കെ, അപ്പം മാന്നാർ ടൗണിലാണ്. ഈ മാന്നാർ ഒത്തിരി ഓർമ്മകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് മാന്നാർ. പണ്ട് മുതലേ ഞാൻ വർക്കിന് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഭയങ്കര സങ്കടം വരും കേട്ടോ ആ ചേട്ടൻ്റെ കാര്യം പറയും. സാധിച്ചേട്ടൻ, അതായത് ഭാസ്കർ സ്റ്റുഡിയോയുടെ വർക്കിന് മിക്കവാറും ഇവിടെ വന്നുകൊണ്ടിരുന്ന അന്ന് കൈനറ്റി ഹോണ്ട മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്ത് കൈനറ്റി ഹോണ്ടയിൽ ഞാനും പയ്യനും ഞങ്ങൾ സാധനം എല്ലാം വെച്ച് കെട്ടി. എൻ്റെ പൊന്നെ, അത് ഭയങ്കര മഴ സമയത്തൊക്കെ മൊത്തം പ്ലാസ്റ്റിക് കൊണ്ടതൊക്കെ പൊതിഞ്ഞ് അന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര കുളം വഴിയായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇവിടെ വരുമ്പോഴത്തേന് ഉള്ള ഒരു സങ്കടം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഭാസ്കർ സ്റ്റുഡിയോ എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. ഇവിടെ സ്ഥിരം വരുമായിരുന്നു. ഞാൻ ഭാസ്കർ സ്റ്റുഡിയോ കാണിച്ചു തരാം. ഏതാണ്ട് ഇത് ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ, അടച്ചിട്ട്. ഏതാണ്ട് ഈ കാറ് കിടക്കുന്ന ഇതാണ് ഭാസ്കർ സ്റ്റുഡിയോ. എത്ര വർക്കിന് ഞാനിവിടെ വന്നിട്ടുണ്ടെന്നറിയോ. ഇതുകാലത്ത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന അദ്ദേഹം എന്താ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹം മരിച്ചുപോയി. സ്റ്റുഡിയോ ആണ് പുള്ളി എന്നോട് പറഞ്ഞ പുള്ളിക്ക് രാഷേ എന്നോട് ക്യാമറയാണോ ഭാര്യയാണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയെന്നേ പറയാൻ പറ്റുള്ളൂ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ക്യാമറയുടെ കാര്യം സംസാരിക്കും, ഫോട്ടോഗ്രാഫിയുടെ കാര്യം സംസാരിക്കും. പുള്ളി ഇതുപോലെ ക്യാമറ കണക്ഷൻ ഏത് ക്യാമറ വന്നാലും പുള്ളി വാങ്ങിക്കും. ഈ വാങ്ങിക്കുന്ന ക്യാമറയൊന്നും പുള്ളി വിൽക്കത്തുമില്ല. അതുപോലെ പ്രാന്തുള്ള മനുഷ്യൻ. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളി മരിക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മാന്നാർ വന്ന് എനിക്കൊരു തൂക്കുവിളക്ക് വേണമായിരുന്നു വീട്ടിലേക്ക്. അപ്പം ഇവർക്ക് മാന്നാർ ഇവിടെ ഓട്ടുവിളക്കിൻ്റെയൊക്കെ കേന്ദ്രമാണല്ലോ. ഞാൻ അത് ഉദ്ദേശിച്ച് പുള്ളിയെ വിളിച്ചു. ചേട്ടാ, എനിക്കൊരു തൂക്കുവിളക്ക് വേണം, ഞാൻ മാന്നാറുണ്ട്, എന്നാ ചെയ്യേണ്ടത്? അപ്പം പുള്ളി ഉടനെ പക്ഷേ ഇന്ന കടലിലോട്ട് കയറിയാൽ മതി, നമ്മുടെ സുഹൃത്താണ്, അവിടെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ എവിടെയാ, എന്നെ തിരക്കാണോ? അവിടെ ഞാൻ തിരക്ക്, ഒരു മീറ്റിംഗ് ഉണ്ട്, ഇത് വാങ്ങിച്ചു, ഞാൻ എന്നാൽ പിന്നെ വിളിക്കാമെന്ന് കൊണ്ട് പുള്ളി കട്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോഴാണ് പുള്ളി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രി കിടക്കുക. ആ സമയത്ത് പുള്ളി നമ്മളെന്തൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിളിച്ചപ്പം തന്നെ അതുപോലെ ആരെ അറിയിക്കാതെ പുള്ളി അത് കൊണ്ട് വന്ന മനുഷ്യനാണ്. സത്യം എനിക്ക് അതിപ്പോൾ പറയുമ്പം ഏതാണ്ട് പോലെ ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, ബാക്കി വിശേഷം പറയാം. അങ്ങനെ ഞാൻ മാവേലിക്കര മാർത്തോമ ഓഡിറ്റോറിയം, തോമപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം. അവിടെ എല്ലാം സെറ്റായി. ഞാൻ എന്നെ കണ്ടോ? ഓക്കെ, ഓഡിറ്റോറിയം ഹാളൊക്കെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ ഡെക്കറേഷൻകാരാണ് എന്നെ ശരിക്കും വിളിച്ചിരിക്കുന്നത്, രാജ് ഡെക്കറേഷൻ. അടിപൊളി സ്റ്റേജൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു പരിപാടി. എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. കണ്ടോ, ഇതാണ് ജസ്റ്റിൻ സാർ, കീബോർഡിസ്റ്റ്. അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മുതലാളി സാർ, രാജ് ഡെക്കറേഷൻ്റെ ഓണർ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഒത്തിരി നല്ല റിവ്യൂകളൊക്കെ കിട്ടി. പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ജസ്റ്റ് സാറുമായിട്ട് ഞങ്ങൾ അടിപൊളി ഒന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, പാക്കപ്പായി തിരിച്ചു പോവുകയാണ്. അപ്പം അടുത്ത
പ്രോഗ്രാമിൻ്റെ അല്ല യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഓക്കെ ബൈ, താങ്ക് യു, എല്ലാവർക്കും നമസ്കാരം.